അള്ളാഹുവിനെ എങ്ങനെയാണ് ആരാധിക്കേണ്ടത് എന്നതിന്റെ പേരിൽ സുന്നികളും മുജാഹിദുകളും ജമാഅത്തുകളും അങ്ങനെ നിരവധി സംഘടനകൾ ചേർന്നുകൊണ്ട് തർക്കങ്ങളിലും പലപ്പോഴും അക്രമങ്ങളിലും ഒക്കെ എത്തിച്ചേരുന്നത് കാണാം. ഇന്ത്യയിൽ വിവിധ മത ജാതി വിഭാഗങ്ങൾ താമസിക്കുന്നു. തങ്ങളുടെ മതമാണ് ശരിയെന്നും തങ്ങളുടെ ദൈവമാണ് യഥാർത്ഥ ദൈവമെന്നും ഉള്ള തർക്കം ഈ മതവിഭാഗങ്ങളെ പരസ്പര സ്നേഹത്തോടെയും സൗഹാർദ്ദത്തോടെയും ജീവിക്കുന്നതിൽ നിന്ന് പലതരത്തിൽ പ്രശ്നങ്ങൾ സൃഷ്ടിച്ച് തടസ്സം ഉണ്ടാക്കുന്നു. മുസ്ലിം മതവക്താക്കൾ അള്ളാഹുവാണ് യഥാർത്ഥ ദൈവം എന്ന് പറഞ്ഞ് തർക്കിക്കുമ്പോൾ മറ്റു മതങ്ങളുടെ ദൈവങ്ങൾ വ്യാജ ദൈവങ്ങളാണ് എന്ന് പറഞ്ഞ് തർക്കിക്കുമ്പോൾ അത് ഒരു വർഗീയതയുടെ തലത്തിലേക്ക് എങ്ങനെയാണ് പരിണമിക്കുന്നത് എന്നതിന് ഞാൻ ഒരു ചെറിയ ഉദാഹരണം നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. മുജാഹിദ് പ്രസ്ഥാനം മുസ്ലിങ്ങളുടെ ഇടയിലെ ഏറ്റവും പുരോഗമന സ്വഭാവമുള്ള പ്രസ്ഥാനമാണ് എന്നാണ് അവകാശപ്പെടുന്നത്. അങ്ങനെയാണ് നാം മനസ്സിലാക്കുന്നത്. ജമാഅത്തെ ഇസ്ലാമി ആകട്ടെ ഏറ്റവും തീവ്രവാദപരമായ നിലപാടെടുക്കുന്ന മതരാഷ്ട്രവാദത്തിന്റെ വക്താക്കളാണ് എന്ന് നാം മനസ്സിലാക്കുന്നു. ഈ ജമാഅത്തെ ഇസ്ലാമിയെ വിമർശിക്കുന്നതിന് വേണ്ടി മുജാഹിദ് വിഭാഗക്കാർ എഴുതിയിട്ടുള്ള ഒരു പുസ്തകത്തിൽ നിന്ന് ദൈവത്തെ ആരാധിക്കുന്നത് സംബന്ധിച്ച ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് വിവരിച്ചുകൊണ്ടുള്ള ഒരു ഖണ്ഡിക ഞാൻ വായിക്കാം. അല്ലാഹുവല്ലാത്ത ദൈവങ്ങളോട് പ്രാർത്ഥിക്കുന്നവരാണ് ഏറ്റവും വലിയ പാപം ചെയ്തത്. ഒരു ഉദാഹരണത്തിലൂടെ നമുക്കിത് വ്യക്തമാക്കാം. ഗുരുവായൂരിലേക്കും ശബരിമലയിലേക്കും അജ്മീറിലേക്കും പെരുമ്പടപ്പിലേക്കും തീർത്ഥാടനം നടത്തുന്നവർ അവിടങ്ങളിലെ ബിംബങ്ങളിലും ഖബറുകളിലും അസാധാരണമായ ഒരു ശക്തിവിശേഷം ദർശിക്കുന്നു. തന്മൂലം അവരുടെ യാത്ര ഇസ്ലാമിക ദൃഷ്ട്യാ ഏറ്റവും ഗുരുതരമായ പാപമാണ്. ഇത് ശിർക്കും തൗഹീദും അഥവാ ഏകദൈവാരാധനയും ബഹുദൈവാരാധനയും തമ്മിലുള്ള വ്യത്യാസത്തെ ദ്യോതിപ്പിക്കുന്നതിന് വേണ്ടി എഴുതി വച്ചിട്ടുള്ള ഒരു ഖണ്ഡികയാണ്. ഇവിടെ സുന്നികളായ മതവിഭാഗക്കാർ പെരുമ്പടപ്പിലേക്കും അജ്മീറിലേക്കും തീർത്ഥാടനം പോകുന്നത് ഹിന്ദുക്കൾ ശബരിമലയിലേക്കും ഗുരുവായൂരിലേക്കും തീർത്ഥാടനം പോകുന്നതിന് സമമാണ് എന്നും അതുകൊണ്ട് ഈ രണ്ടു കൂട്ടരും ഒരുപോലെ പാപികളാണ് എന്നുമാണ് ഇവിടെ പറഞ്ഞു വച്ചിട്ടുള്ളത്. ഇതുതന്നെയാണ് ഈ മതവിഭാഗങ്ങളെല്ലാം അവരുടെ മതപാഠശാലകളിൽ പിഞ്ചു കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നത്. അന്യമതക്കാരന്റെ ആരാധനയാണ് ഏറ്റവും വലിയ പാപമെന്നും അന്യമതക്കാരൻ വിശ്വസിക്കുന്ന ദൈവവും അവന്റെ ആ ദൈവങ്ങളോടുള്ള ആരാധനയുമാണ് ഏറ്റവും ദൈവത്തിന് പൊറുക്കാനാവാത്ത പാപമെന്നും പറയുന്ന ഈ നിലപാട് ആണ് യഥാർത്ഥത്തിൽ വർഗീയതയുടെ അടിവേരായി നമ്മുടെ നാട്ടിൽ പ്രവർത്തിക്കുന്നത്. ഈ പുസ്തകത്തിൽ തന്നെ വിവരിച്ച് പറയുന്നത് ഏതു തെറ്റ് കൊലപാതകമോ വ്യഭിചാരമോ ബലാത്സംഗമോ അല്ലെങ്കിൽ പെൺവാണിഭമോ മോഷണമോ എന്തു കുറ്റം ചെയ്താലും ശരി അല്പകാലം അതിനുള്ള ശിക്ഷ അനുഭവിച്ച ശേഷം പൊതുമാപ്പ് നൽകപ്പെടുകയും നരകത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെടുകയും ചെയ്യും. എന്നാൽ ശിർക്കുപരമായ തെറ്റ് ചെയ്യുന്നവൻ അഥവാ അല്ലാഹുവല്ലാത്ത ദൈവങ്ങളെ ആരാധിക്കുക എന്ന മഹാപാപം ചെയ്തവൻ ശാശ്വതമായി നരകത്തിൽ വസിക്കേണ്ടി വരും. അവന് ഒരു കാലത്തും മാപ്പ് നൽകുകയില്ല എന്നാണ് ഈ പുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ളത്. ഇതുതന്നെയാണ് മതപാഠശാലകളിൽ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നത്. ഈ പറഞ്ഞത് യുക്തിപരമായി നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ നിഷ്കളങ്കനും ദൈവഭക്തനുമായ ഒരു നല്ല മനുഷ്യൻ, നന്മകൾ മാത്രം ചെയ്യുന്ന വളരെ പരിശുദ്ധനായ ഒരു മനുഷ്യൻ അദ്ദേഹത്തിന്റെ പാരമ്പര്യ വിശ്വാസങ്ങൾ അനുസരിച്ച് ആ ഭക്തി പ്രകടനങ്ങൾ തന്റെ മതവിശ്വാസം അനുസരിച്ച് ദൈവത്തെ ആരാധിച്ചു എന്ന ഒറ്റ കാരണത്താൽ മറ്റൊരു തെറ്റും ചെയ്തില്ലെങ്കിൽ പോലും നിത്യമായി നരകത്തിൽ വസിക്കേണ്ടി വരും എന്ന് പറയുന്ന ആ യുക്തി എങ്ങനെയാണ് സാമാന്യ യുക്തിക്കും നീതിക്കും നിരക്കുന്ന ഒന്നാവുക? ഗുരുവായൂരപ്പ രക്ഷിക്കണേ എന്ന് ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കുന്ന ഒരു ഹിന്ദു, അയാൾ വളരെ നല്ല മനുഷ്യനാണ്, ജീവിതത്തിൽ ഒരു തെറ്റും ചെയ്തിട്ടില്ല, ഒരുപാട് നന്മകൾ ചെയ്തിട്ടുള്ളവനാണെങ്കിൽ പോലും അയാൾ വിളിച്ച ദൈവം അള്ളാഹു എന്ന അറബി പേരുള്ള ദൈവം ആയിപ്പോയില്ല എന്ന ഒരൊറ്റ കാരണത്താൽ അയാളെ നരകത്തിലിടാൻ വേണ്ടി അള്ളാഹു കാത്തിരിക്കുകയാണ് എന്ന വിശ്വാസം എത്രമാത്രം യുക്തിരഹിതമാണ് എന്ന് ചൂണ്ടിക്കാണിക്കാനാണ് ഞാനിത് ഈ ഉദാഹരണം വായിച്ചു കേൾപ്പിച്ചത്. ഈ
ദൈവത്തിന് അസ്തിത്വമുണ്ട് അല്ലെങ്കിൽ ദൈവാസ്തിത്വം തെളിയിക്കുന്നതിന് വേണ്ടി യുക്തിന്യായങ്ങൾ നിരത്തുന്ന മതവക്താക്കളൊന്നും തന്നെ തങ്ങളുടെ മതഗ്രന്ഥങ്ങൾ പരിചയപ്പെടുത്തുന്ന ഈ ദൈവങ്ങൾ, ദൈവസങ്കല്പത്തിലെ ഇത്തരത്തിലുള്ള യുക്തിരാഹിത്യങ്ങളോ വൈരുദ്ധ്യങ്ങളോ കാണാതെ പോകുന്നു എന്നതാണ് വാസ്തുത. ഞാൻ ഇസ്ലാമിലെ ദൈവസങ്കല്പവുമായി ബന്ധപ്പെട്ട അത് സ്വയം ഉൾക്കൊള്ളുന്ന ചില വൈരുദ്ധ്യങ്ങൾ ചൂണ്ടിക്കാണിക്കാനാണ് ആഗ്രഹിക്കുന്നത്. ഒന്ന്, ഇസ്ലാമിലെ ദൈവത്തെ പരിചയപ്പെടുത്തുന്നത് പ്രപഞ്ചത്തിന്റെ സ്രഷ്ടാവ് എന്ന നിലയിൽ. പ്രപഞ്ചം എങ്ങനെ ഉണ്ടായി, ആരുണ്ടാക്കി എന്ന ചോദ്യത്തിന് ഇസ്ലാമിന്റെ ഉത്തരമാണ് പ്രപഞ്ചം അള്ളാഹു ഉണ്ടാക്കി എന്നത്. പക്ഷേ അള്ളാഹു എങ്ങനെയാണ് പ്രപഞ്ചം ഉണ്ടാക്കിയത് എന്നതിന്റെ വിശദാംശങ്ങളിൽ ഖുർആനിലും മറ്റ് ഹദീസ് ഗ്രന്ഥങ്ങളിലും ഒക്കെ വിവരിക്കുന്നിടത്ത് നമ്മൾ എത്തുമ്പോൾ ശൂന്യതയിൽ നിന്ന്, ഒന്നുമില്ലായ്മയിൽ നിന്ന് ദൈവം പ്രപഞ്ചം സൃഷ്ടിച്ചു എന്ന വാദത്തെ ഈ വിശദീകരണങ്ങൾ തന്നെ ഖണ്ഡിക്കുന്നുണ്ട്. ഖുർആന്റെ വിവരണമനുസരിച്ച് ദൈവം പ്രപഞ്ചം സൃഷ്ടിക്കുന്നതിന് മുമ്പ് ദൈവത്തിന്റെ സിംഹാസനം വെള്ളത്തിലായിരുന്നു. ഇതുതന്നെയാണ് ബൈബിളിലും പറയുന്നത്. ദൈവചൈതന്യം ജലോപരി ചലിച്ചുകൊണ്ടിരുന്നു എന്ന് ബൈബിളിൽ പറയുമ്പോൾ ദൈവത്തിന്റെ സിംഹാസനം അതിനു മുമ്പ് വെള്ളത്തിനു മുകളിലായിരുന്നു എന്ന് ഖുർആൻ പറയുന്നു. അങ്ങനെ ദൈവം ഒരു ഏടിൽ എല്ലാ കാര്യങ്ങളും എഴുതി എന്നാണ് പറയുന്നത്. ഇവിടെ ശൂന്യതയിൽ നിന്ന്, ഇല്ലായ്മയിൽ നിന്ന്, ഒന്നുമില്ലായ്മയിൽ നിന്ന് പ്രപഞ്ചമുണ്ടാക്കി എന്ന വാദത്തെ അതിന്റെ വിശദാംശങ്ങൾ വിവരിക്കുമ്പോൾ ഈ മതഗ്രന്ഥങ്ങൾ തന്നെ ഖണ്ഡിക്കുന്നതായിട്ടാണ് കാണുന്നത്. കാരണം അനന്തമായ ജലം അല്ലെങ്കിൽ ജലാശയം പ്രപഞ്ച നിർമ്മിതിക്ക് മുമ്പേ നിലനിന്നിരുന്നു. ആ ജലാശയത്തിൽ നിന്നാണ് പിന്നീട് പ്രപഞ്ചത്തിന്റെ മറ്റു പദാർത്ഥങ്ങൾ, വസ്തുക്കൾ ഉണ്ടായത് എന്ന വിവരണമാണ് ഇവിടെ നൽകുന്നത്. ഇത് സമുദ്രത്തിൽ നിന്ന് കര ഉയർന്നു വന്നു, അങ്ങനെ പരന്ന ഭൂമിയും അതിൽ നിന്ന് തന്നെ ആകാശം ഉയർത്തിവെച്ചു, അങ്ങനെ കുടനിവർത്തിയ ആകാശവും ഉണ്ടായി എന്ന പുരാതന ഗ്രീക്ക് പുരാണത്തിന്റെയും അതുപോലെയുള്ള പൗരാണിക വിശ്വാസങ്ങളുടെയും ഉറവിടമാണ് യഥാർത്ഥത്തിൽ ഈ വെളിപാടുകൾക്ക് പിന്നിലുള്ളത്. ബൈബിളിൽ പറയുന്നത് ജലത്തിന്റെ മധ്യത്തിലായി ഒരു വിധാനം സൃഷ്ടിക്കുകയും ആ വിധാനം മേലോട്ട് ഉയർത്തുകയും അങ്ങനെ ആ വിധാനത്തിന് മുകളിൽ കുറെ വെള്ളം വരികയും താഴെ സമുദ്രവും മുകളിൽ ആകാശവും ഉണ്ടാവുകയും ചെയ്തു എന്നാണ്. ആകാശത്തിന് മുകളിൽ കുറെ വെള്ളം നിലനിർത്തിയത് മനുഷ്യരുടെ ആവശ്യത്തിന് മഴ പെയ്ത് വെള്ളം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട്. ഇതേ കാര്യം തന്നെയാണ് ഖുർആനും വിശദീകരിക്കുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത്, ശൂന്യതയിൽ നിന്ന്, ഒന്നുമില്ലായ്മയിൽ നിന്ന് പ്രപഞ്ചം സൃഷ്ടിക്കപ്പെട്ടു എന്ന വാദം ഈ സൃഷ്ടിവാദികൾക്ക് തന്നെ അംഗീകരിക്കാൻ കഴിയുന്നില്ല. അനന്തമായ ജലാശയം നിലനിൽക്കുന്നുവെന്നും ആ ജലാശയത്തിൽ നിന്നാണ് മറ്റ് പ്രപഞ്ചം ഉണ്ടായത് എന്ന വാദമാണ് ഇവിടെ ഉന്നയിക്കപ്പെടുന്നത്. ഇനി അള്ളാഹുവിന്റെ സൃഷ്ടി പരിപൂർണമാണ് എന്നും അള്ളാഹു സർവശക്തനായതുകൊണ്ട് ആ സൃഷ്ടിയിൽ യാതൊരു ന്യൂനതയും ആർക്കും കാണാൻ കഴിയുകയില്ല എന്നും പലതവണ ആവർത്തിക്കപ്പെടുന്നുണ്ട്. എന്നാൽ അള്ളാഹുവിന്റെ സൃഷ്ടിയിൽ ന്യൂനതയില്ല എന്ന അവകാശവാദത്തിന് വിരുദ്ധമായ നിരവധി തെളിവുകൾ ഈ പ്രകൃതിയിൽ തന്നെ നമുക്ക് കാണാൻ കഴിയും. ഇന്ന് ലോകത്ത് ജീവിച്ചിരിക്കുന്ന 600 കോടി ജനങ്ങളിൽ ഏതാണ്ട് ഒരു 25 കോടി ആളുകളെങ്കിലും ഗുരുതരമായ അംഗവൈകല്യങ്ങളുള്ളവരാണ്. പലതരത്തിലുള്ള അംഗവൈകല്യങ്ങളുള്ള, ബുദ്ധിമാന്യമുള്ളവർ, കണ്ണില്ലാത്തവർ, കൈകാലുകളില്ലാത്തവർ, അതുപോലെ തന്നെ വളരെ വിചിത്രമായ സൃഷ്ടി വൈകൃതങ്ങൾ നമുക്ക് കാണാൻ കഴിയും. 2 തല ഒട്ടിപ്പിടിച്ചുകൊണ്ട് 30 വർഷം ജീവിച്ച ഇറാനിലെ 2 പെൺകുട്ടികളുടെ കഥ നമ്മളെല്ലാവരെയും കണ്ണീരണിയിച്ചതാണ്. അതോടൊപ്പം തന്നെ അടുത്ത കാലത്ത് അതിനെ തുടർന്ന് തന്നെ നമ്മളൊരു ദൃശ്യം മാധ്യമങ്ങളിൽ നമ്മൾ കണ്ടു. 2 തലയും നേർക്കുനേർ ഒട്ടിപ്പിടിച്ചുകൊണ്ട്, ഒരു തല താഴേക്കും ഒരു തല മുകളിലേക്കും മുഖം തിരിച്ചുകൊണ്ട് 2 തലകൾ ഒട്ടിച്ചേർന്ന് ഒരു കുട്ടി മലർന്നു കിടക്കുമ്പോൾ മറ്റേ കുട്ടി കമിഴ്ന്നു കിടക്കാൻ മാത്രം സാധിക്കുന്ന തരത്തിൽ ഒട്ടിച്ചേർന്ന സയാമീസ് ഇരട്ട, വേർതിരിക്കാൻ പോലും ആവാത്ത തരം. ഇതേ രീതിയിലുള്ള നിരവധി വൈകൃതങ്ങളും വൈകല്യങ്ങളും സൃഷ്ടിയിൽ തന്നെ ന്യൂനതയായി നമുക്ക് കാണാൻ കഴിയും. ഭൂകമ്പങ്ങൾ ഉണ്ടാവുന്നു, കൊടുങ്കാറ്റുകൾ ഉണ്ടാവുന്നു, സുനാമി ഉണ്ടാകുന്നു, ലക്ഷക്കണക്കിനായ നിരപരാധികളായ ആളുകൾ കൂട്ടത്തോടെ കൊല്ലപ്പെടുന്നു. ഇതെല്ലാം നമ്മൾ പ്രകൃതിയിൽ കാണുന്നു. ഇവിടെയൊന്നും തന്നെ അന്യൂന